ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. നമ്മളുടെ റീഡിംഗ് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക. അതുപോലെ ടൈംലെസ് ആണ്. നിങ്ങളുടെ കൈകളിൽ എപ്പോൾ എത്തുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ്. ഓക്കെ. പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ അതായത് നമ്മളുടെ ജെൻഡർ ആണ്, മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കൊടുക്കാം. അത് പറയുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. മെയിൽസ് പിന്നെ ഫീമെയിലിനെ കുറിച്ചും ഫീമെയിൽ മെയിൽസിനെ കുറിച്ചും പറയണം. ഇവിടെ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം നമ്മൾ ആ ഫ്ലോയ്ക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ചിലപ്പോൾ അയാൾ അല്ലെങ്കിൽ അവർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് ആ രീതിയിൽ എടുക്കണം. അതൊരു റിക്വസ്റ്റാണ്. പിന്നെ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് ഹൈപ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ചെയ്യണം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വളരെയധികം ഒരു കാലത്ത് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി, അതായത് നിങ്ങൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം, അത്രയും ആപ്ലിക്കേഷൻ നിങ്ങളവിടെ ഡിവൈൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതിനെ റിജക്റ്റ് ചെയ്യാതിരിക്കുക. അതായത് നിങ്ങളിലേക്ക് അത് കടന്നു വരുന്നു. ഇപ്പോൾ നിങ്ങൾക്കതിന് സമയമായി, ഡിവൈൻ ടൈം ആയിരിക്കുന്നു. അത് കടന്നു വരുന്ന ആ സമയത്ത് തന്നെ നിങ്ങളതിനെ ഒരു റിജക്ഷൻ മൂഡാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇനി എനിക്ക് വേണ്ട, കാരണം ഞാൻ ഇത്രയും കാലം ഞാനിത് പല പ്രാവശ്യം നാണം കെട്ടതാണ്, ഇനി എനിക്കിതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ല, വേണ്ട ഇനി എനിക്ക് എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതായത് ഒരു റിജക്റ്റ് ചെയ്യാനുള്ള ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. ഇത് ഞാൻ പറയാൻ കാരണം, ഇത്രയും ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഞാൻ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്ന ഒരു മെസ്സേജാണ്, എൻ്റെ ഇൻറ്റ്യൂഷനിൽ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യങ്ങളും ഇനിയിപ്പോൾ എന്ത് കാര്യം വന്നാലും അത് റിജക്റ്റ് ചെയ്യാതിരിക്കൂ. ഇന്നത്തെ സന്ദേശം അതായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യാതിരിക്കൂ, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യൂ. അതിനുശേഷം പിന്നത്തെ കാര്യം പിന്നെ നോക്കാം. കാരണം ഇപ്പോൾ അതിന് ഭയങ്കര ആ ടൈം എന്ന് പറയുന്നത് അതിൻ്റേതാണ്. നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്തുമാവട്ടെ, ഒരു പക്ഷേ നമ്മൾ വെറുത്തുപോയൊരു കാര്യമായിരിക്കാം, നമ്മൾ മാനസികമായിട്ട് സംഘർഷങ്ങളിലൂടെ അനുഭവിച്ചിട്ട് ഇപ്പോൾ വരുന്ന സമയത്ത് നമുക്കതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇതെങ്കിൽ പോലും നമ്മൾ ആ കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് നമുക്ക് ഡിവൈൻ തന്നിരിക്കുന്ന ഇന്നത്തെ മെസ്സേജാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്നാണ് എനിക്ക് ഇന്ന് കിട്ടിയ രാവിലെ കിട്ടിയ ഒരു മെസ്സേജ്. ഓക്കെ, ഞാനതാണ് എടുക്കുന്നത്. നമുക്ക് തുടങ്ങാം. ദ ടവർ എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു വല്ലാത്ത ഒരു ഘട്ടത്തിൽ നിങ്ങൾ പെട്ടുപോയി എന്നാണ്. ആ ഒരു സമയത്തിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന മനോവേദന എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരാൾക്കും മനസ്സിലാവില്ല, ഒരാളോട് പറയാനും കഴിയില്ല. അത്രയും വല്ലാത്തൊരു പതനത്തിലേക്ക് നിങ്ങളെ തള്ളിയിട്ട ഒരു വ്യക്തിയുടെ എനർജി നമുക്കിവിടെ കാണാം. നിങ്ങളാണിത്. നിങ്ങൾ അത്രയും അനുഭവിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. പകൽ എന്നില്ലാതെ മുഖവും പൊത്തിപ്പിടിച്ചിരുന്ന് കരഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചു കാണിച്ചും മാനസിക സമ്മർദ്ദങ്ങളെ നിങ്ങൾ ഒരു വിധത്തിൽ അടക്കിപ്പിടിക്കുകയും അതിൽ നിന്ന് രോഗ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നതായിട്ടും കാണുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബി പി കൂടുക, ടെൻഷൻ, ഓവർ ഹൈപ്പർ ടെൻഷനൊക്കെ വന്നിട്ട് നമുക്ക് പല പല ബുദ്ധിമുട്ടുകൾ നമ്മൾ അക്കാര്യത്തിൽ അനുഭവിച്ചിരിക്കുന്നു എന്നാണ് ഈ കാർഡും അത് തന്നെയാണ് പറയുന്നത്. ഒരുപാട് എഫേർട്ട് ഇട്ടിരിക്കുന്നു നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ, ഒരുപാട് എഫേർട്ട് ഇട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോയെന്ന് നിങ്ങൾക്കൊരു പിടിയുമില്ല. ഇവിടെ ഒരുപാട് സംഘർഷങ്ങളിലൂടെ പോയിരിക്കുന്നു, ഒരുപാട് എഫേർട്ട് ഇട്ടിരിക്കുന്നു. നിങ്ങൾക്ക് യാതൊന്നും തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അതിനൊരു ശരിയായ രീതിയിലുള്ളൊരു ആൻസർ പോലും ഇല്ലാതെ കുഴങ്ങിയ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ പെട്ടുപോയതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ എന്താക്കി ഒരു ഊർജം സംഭരിച്ചെടുത്തിരിക്കുന്നു എന്നാണ്. കുറേ കാലം നമ്മൾ അനുഭവിക്കുന്ന ചില വിഷമങ്ങൾ, യാതനകളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത് ഈശ്വരൻ തരുന്ന ഒരു വലിയ ഒരു ഗിഫ്റ്റാണ് നമുക്ക്. കാരണം നമ്മളെ തളർത്തില്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെ തളർന്ന് കുഴിക്കകത്ത് വീണ് കിടക്കുന്നിടത്തുനിന്ന് നമുക്കൊരു ധൈര്യം തന്ന് അവിടുന്ന് നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് കാണുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് സമയമായിരിക്കുന്നു എന്നാണ്, ഡിവൈൻ ടൈം ആയിരിക്കുന്നു. ദ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നു.
അപ്പോൾ ഇത് കാണിക്കുന്നത് നിങ്ങളുടെ ഡിവൈൻ ടൈം ആയിരിക്കുന്നു. കാലചക്രം നിങ്ങളിലേക്ക് അനുകൂലമായി തിരിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ എന്താ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. അതും എങ്ങനെയാണ്? വളരെ ഫാസ്റ്റായിട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ആഗ്രഹിക്കുക മാത്രമേ ഇനി ആവശ്യമുള്ളൂ. പക്ഷേ നിങ്ങളിപ്പോൾ അത് ഒരു ആഗ്രഹം നഷ്ടപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. കാരണം ഇവിടെ നിങ്ങൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് പവർ നേടിയിരിക്കുന്നു. നിങ്ങൾ സെൽഫ് ലെവലിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് പോയിരിക്കുന്നു. ഇതിനെല്ലാം ഉപരി ഒരു സത്യമുണ്ട്. ആ സത്യം എന്ന് പറയുന്നത് ഡിവൈനാണ്. അല്ലെങ്കിൽ എന്നെ ഈ രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ പ്രപഞ്ച ശക്തിയെ ഞാൻ വണങ്ങുന്നു. ആ പ്രപഞ്ച ശക്തിയുടെ ഇംഗിതത്തിനായി ഞാൻ ജീവിക്കുന്നു. ഇനി ഇതൊന്നും എന്നെ ബാധിക്കില്ല. ഞാൻ അതുകൊണ്ട് പോകുന്നു. ഞാൻ അതുകൊണ്ട് അതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തി എൻ്റെ കർമ്മങ്ങളിൽ വ്യാപരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ റിജക്ഷൻ മൂഡ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ്. ഓക്കെ, കണ്ടില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു. എത്രമാത്രം നിങ്ങൾ മാറിപ്പോയി എന്നുള്ളതും ഈ പറഞ്ഞ വ്യക്തിയെ ഇപ്പോൾ അല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം പണ്ട് നിങ്ങൾ പുറകെ നടന്ന് കെഞ്ചി നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലമെല്ലാം പോയിട്ട് ഇന്ന് നിങ്ങൾ എത്ര പെട്ടെന്നാണ് മാറിയിരിക്കുന്നത്. അത് മാറ്റം അത് അംഗീകരിക്കാനോ അങ്ങോട്ട് ഉൾക്കൊള്ളാനോ കഴിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നു എന്നും കാണിക്കുന്നു. ഇവിടെ ഇതെല്ലാം മറിയാൻ പോകുന്നു. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡെത്ത് എന്ന് പറഞ്ഞാൽ? ഇത്രയും കാലം ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം മാറിപ്പോയിരിക്കുന്നു. ഇനി വരാൻ ഇരിക്കുന്നത് ഒരു പുതിയ തുടക്കമാണ്. ന്യൂ ബിഗിനിങ് വരുന്നു, റീയൂണിയൻ വരുന്നു എന്നാണ് കാണിക്കുന്നത്. എനിക്ക് വരുന്ന കമൻസിൽ ഞാൻ പലരുടെയും വ്യാകുലതയും വേദനയും കാണുന്നുണ്ട് കേട്ടോ. കാണുന്നില്ലെന്നാരും ധരിക്കരുത്. ഞാൻ അതിനെ റിപ്ലൈ ചിലപ്പോൾ ഞാനൊരു ചെറിയ എന്തെങ്കിലും തൊഴുകയോ അല്ലെങ്കിൽ താങ്ക്സോ ഇട്ട് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനിതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് കരുതരുത്. എല്ലാവരുടെയും ഞാൻ കമൻസ് വായിക്കാറുണ്ട്, കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. ഇനി കമൻസ് ഇടണം. ഈ കമൻസ് ഇടുന്നവരുടെ മാത്രമേ എനിക്കിവിടെ എനർജി കിട്ടുന്നുള്ളൂ, ബാക്കിയുള്ളവരുടെ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം. പിന്നെ അത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പലപ്പോഴും അത് വിഷമമുണ്ട് എനിക്ക് ചില സന്ദർഭങ്ങളിൽ. പക്ഷേ നിങ്ങൾക്ക് ഡിവൈൻ ടൈം, കുറേ ആളുകൾക്ക് ഇതിനകത്ത് ഡിവൈൻ ടൈം എത്തിയിരിക്കുന്നു. നിങ്ങളത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു റിജക്ഷൻ മൂഡിലുള്ളവർ വീണ്ടും പറയുന്നു, ഞാൻ അത് മാറ്റണം എന്ന് ഡിവൈൻ പറയുന്നു. കിങ് ഓഫ് കപ്സ് എന്നൊരു എനർജി വന്നിട്ടുണ്ട്. ഈ എനർജി എന്താണെന്ന് അറിയാമോ? മിസ്സിങ് എനർജിയാണ്. നിങ്ങളെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് എൻ്റെ പാർട്ട്ണർക്ക് എന്താണ് പറ്റിയത്? എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് ഇങ്ങനെ മാറി മാറി നടക്കുന്നത്? എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് അകന്നു പോകുന്നത്? ഞാൻ ഈ മാറ്റം ഞാൻ എങ്ങനെയാണ് ഇനിയും പുതിയതായിട്ട് എന്നിലേക്ക് കൊണ്ടുവരിക? ഒന്നും അറിയാതെ മെഡിറ്റേഷൻ ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു. മിസ്സിങ് എനർജി ആണ് കാണിക്കുന്നത്. വീണ്ടും പണ്ടത്തെ മാതിരി ഒരു ആഘോഷങ്ങൾ, സന്തോഷങ്ങൾ, തമാശകൾ ഒക്കെ ആഗ്രഹിക്കുന്നു ഈ വ്യക്തി എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരുമിച്ച് നിങ്ങൾ തമ്മിലുള്ള നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. സക്സസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇവിടെ ഒന്നുമില്ല എന്നാണ്. കാരണം സക്സസ് വരുന്നു നിങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, ഇനി എത്രത്തോളം ഇതിന് വാല്യൂ ഉണ്ട്, എത്രത്തോളം ഇനിയും പണ്ടത്തെ മാതിരി ആവില്ല എന്താണ് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ആ സംശയങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ അതൊന്നുമല്ല, നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത് അതിനകത്ത് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ്. എല്ലാ കാര്യങ്ങളും ഇതേമാതിരി ആകണം എന്നാഗ്രഹിക്കുന്നു. നിങ്ങൾ മൊത്തൊരു ജീവിതം വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഫാമിലിയായിട്ട് പോകണം എന്നാഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളും അവിടെ അതായത് നമ്മുടെ പെറ്റായിട്ടുള്ള കുറച്ച് ആനിമൽസ്, പിന്നെ നിങ്ങൾ രണ്ടുപേരും ഫാമിലിയായിട്ട് വളരെ സന്തോഷമായിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ഒരു കാർഡ് കൂടെ, ഞാൻ ഒറാക്കിൾ കാർഡും കൂടെ എടുക്കട്ടെ. അപ്പോൾ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്.
നമുക്ക് അതായത് ഞാൻ ചില കാര്യങ്ങൾ നിന്നെ ഒരിക്കലും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയുന്നു, നീ ഒരു താമരപ്പൂവ് പോലെ, ഒരു വെളുത്ത താമരപ്പൂവ് പോലെ പരിശുദ്ധയായിരുന്നു, അല്ലെ പരിശുദ്ധനായിരുന്നു, നിങ്ങളിൽ അത്രയും പരിശുദ്ധി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും നിൻ്റെ നന്മകളിലോ നിൻ്റെ നല്ല കാര്യങ്ങളിലോ നീ ചെയ്യുന്ന നല്ലതിനെയോ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നിന്നെ കെയർ ചെയ്തില്ല എന്നോർത്ത് എനിക്ക് വല്ലാത്ത വേദന തോന്നുന്നു. അതായത് വല്ലാത്ത ഒരു കുറ്റബോധം തോന്നുന്നു എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു കാർഡും കൂടെ വന്നിട്ടുണ്ട്, റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ നിന്നിൽ നിന്ന് ഇതെല്ലാം മറച്ചു പിടിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ എല്ലാം മതിയാക്കി പിന്നെ ഒന്നും കാണാത്ത കൂട്ട് നടന്നിരുന്നത് എന്നുള്ള കാര്യം ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. നിൻ്റെ അടുത്ത് ആ സത്യം എന്താണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ നീ മനസ്സിലാക്കണം. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, മിസ് ചെയ്യുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാൻ കഴിയാത്തതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ആദ്യത്തെ ആ ഒരു കാർഡ് കണ്ടല്ലോ, നമ്മൾ കുഴിക്കകത്ത് തള്ളി വിട്ടിരിക്കുന്നത് പോലെ. ഓക്കെ, പിന്നെ ഒരു കാർഡ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ നിർത്താൻ പോവുകയാണ്. ഐ മിസ് ഔർ ഇൻസൈഡ് ജോക്സ് എന്ന് കാണിക്കുന്നു. നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവരാണ്. നീ അത് ഓർക്കുന്നില്ലേ? ഒരുപാട് നമ്മൾ സ്നേഹിച്ചിരുന്നു. ഈ ലോകത്ത് നമ്മൾ സ്നേഹിച്ചിരുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടാവുന്നു. അത്രമേൽ ഞാൻ നിന്നെയും നീ എന്നെയും സ്നേഹിച്ചിരുന്നു. നമ്മൾ ഒരുപാട് തമാശകളും സന്തോഷവും ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിന്ന് തന്നിരിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുടെ 2-3 പിന്നെ സന്ദേശങ്ങൾ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കൂടത്തിൽ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താൻ പോവുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ. അതോടുകൂടി എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മളുടെ റിജക്റ്റ് ചെയ്യാൻ കാത്തു നിൽക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ ഇതിനകത്ത് കണ്ടു ഞാൻ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ആലോചിക്കുക. ഓക്കെ, ഇത് ഈ പിന്നെ ഡിവൈൻ തരുന്ന സന്ദേശമാണ്, അതുകൊണ്ട് നമ്മളതിനെ മാനിക്കുക. കഴിയുന്ന ആളുകൾ അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക കേട്ടോ. എല്ലാവർക്കും ഇപ്പം സാധിച്ചു എന്നൊന്നും വരില്ല. ഞാനതുകൊണ്ട് ഒരിക്കലും കമ്പൽ ചെയ്യില്ല. കാരണം ഈ വിഷയം നമ്മൾക്ക് ആരെയും കമ്പൽ ചെയ്ത് കൊണ്ടുപോകേണ്ടതല്ല. അതുകൊണ്ട് തന്നെ പക്ഷേ എനിക്ക് കിട്ടിയ സന്ദേശം റിജക്റ്റ് ചെയ്യാതിരിക്കൂ എന്നുള്ള രാവിലത്തെ എൻ്റെ ആ ഒരു മെഡിറ്റേഷനിൽ എനിക്ക് കിട്ടിയ ആ ഒരു സന്ദേശം കമ്മ്യൂണിക്കേഷനിൽ കിട്ടിയതാണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു യൂണിവേഴ്സ്.